പാകിസ്ഥാനും വിഭജനവും തൽക്ഷണം ഓർമ്മിപ്പിക്കുന്നത് 1971-നെയാണ്. പാക് സേനയുടെ അടിച്ചമർത്തലിന് ശേഷം ഈസ്റ്റ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുകയും പാകിസ്ഥാൻ ആർമി കീഴടങ്ങുകയും ചെയ്ത സംഭവം. ഇപ്പോൾ രാജ്യം മറ്റൊരു ആഭ്യന്തര പിളർപ്പിനെ നേരിട്ടേക്കുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ രംഗത്ത് വരുന്നു. ഇത്തവണ സ്വന്തം സർക്കാരിന്റെ കൈകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിഭജിക്കുമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം രാജ്യത്തെ ഭരണ സൗകര്യാർത്ഥം ചെറു പ്രവിശ്യകളായി വിഭജിക്കാൻ ഒരുങ്ങുന്നതായി സൂചന. അതായത് പ്രവിശ്യകളെ വീണ്ടും ചെറു പ്രവിശ്യകളായി വിഭജിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഈ നീക്കം 1971 ഈസ്റ്റ് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിച്ചതുപോലുള്ള ആഭ്യന്തര ഭിന്നിപ്പിലേക്ക് രാജ്യത്തെ നയിച്ചേക്കുമെന്ന് മുന്നറിയിപ്പുമായി വിദഗ്ധർ രംഗത്തെത്തി. ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ 4 പ്രവിശ്യകളിൽ നിന്നുമായി ചെറു പ്രവിശ്യകൾ സൃഷ്ടിക്കാനാണ് നീക്കം. മന്ത്രി അബ്ദുൽ അലീം ഖാൻ ആണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഭരണകക്ഷി സഖ്യത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. ബലൂചിസ്ഥാൻ, ഖൈബർ പത്തുൻഖ്വ പ്രവിശ്യകളിലെ നിലവിലെ അശാന്തിയും ജനറൽ അസീം മുനീറിനും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുമെതിരെ വർദ്ധിച്ചു വരുന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുമിടയിലാണ് ഈ പ്രഖ്യാപനം വന്നതെന്നത് ശ്രദ്ധേയമാണ്. ഓരോ പ്രവിശ്യയിൽ നിന്നും 3 പുതിയ പ്രവിശ്യകൾ വീതം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഖാൻ അറിയിച്ചു. ഇതിനായി സെമിനാറുകളും സർവേകളും നടത്തിയതായും അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനിൽ 5 പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്: ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ബലൂചിസ്ഥാൻ. 1971 ഈസ്റ്റ് ബംഗാൾ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിച്ചു. വെസ്റ്റ് പഞ്ചാബ് പിന്നീട് പഞ്ചാബ് പ്രവിശ്യയായി. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ഖൈബർ പത്തുൻഖ്വ എന്ന പേര് സ്വീകരിച്ചു. ചരിത്രപരമായ ഒരു പിളർപ്പിന്റെ പശ്ചാത്തലം നിലനിൽക്കുകയാണ് പുതിയ പ്രവിശ്യ വിഭജനം വരുന്നത്. പ്രവിശ്യ വിഭജനത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പാണ് ഉയരുന്നത്. സിന്ധിനെ വിഭജിക്കുന്നതിനെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സിന്ധ് മുഖ്യമന്ത്രി മുറാദ് അലി ഷാ 3 വഴിയുള്ള ഈ ഒരു വിഭജനം മൂന്നായിട്ടുള്ള ഈ വിഭജനം അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കി. അതേസമയം മുത്താഹിദ ഖാമി മൂവ്മെന്റ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ വിഭജന നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പുതിയ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നത് ഒരു വലിയ തെറ്റാണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രവിശ്യകളുടെ വിഭജനം അസമത്വം വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടാതെ ഇത് നിലവിലുള്ള പ്രാദേശിക താല്പര്യങ്ങൾക്കിടയിൽ കൂടുതൽ പിരിമുറുക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കാരണമാവുകയും രാജ്യത്ത് മറ്റൊരു ആഭ്യന്തര ഭിന്നിപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാലും ഈ വിഷയത്തിൽ ഇതുവരെ ഇന്ത്യ യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ശത്രു ഒരബദ്ധം ചെയ്യുമ്പോൾ അവിടെ മൗനം പാലിക്കണം എന്നാണല്ലോ ഒരു യുദ്ധതന്ത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സിറ്റി.